ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചുരുക്കമില്ലാതെ കുർത്തിക്ക് ആം ഹോൾ എടുക്കാമെന്നാണ് കാണിക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ആം ഹോൾ എടുക്കുക. രണ്ട് രീതിയിൽ കാൽക്കുലേഷൻ ആം ഹോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ചെസ്റ്റ് റൗണ്ട് 40 ആണെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 6 വെച്ചെടുക്കും. ചെസ്റ്റ് റൗണ്ട് 36 ആണെങ്കിൽ 36 ഡിവൈഡ് ബൈ 6 അങ്ങനെയും എടുക്കും. ഞാൻ എടുക്കുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ ചെസ്റ്റ് റൗണ്ട് 40 ആണെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 4 എടുക്കും ഞാൻ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 നിന്നും ഒരു 3 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 7 എടുക്കുന്ന ഷോൾഡർ അല്ലെങ്കിൽ ആം ഹോൾ. രണ്ടും എത്ര ഷോൾഡർ എടുക്കുന്നോ അത് തന്നെ ആം ഹോൾ എടുക്കാം. ഇപ്പോൾ ചെസ്റ്റ് റൗണ്ട് 36 ആണെങ്കിൽ അപ്പം 36 നമ്മൾ 4 ആക്കുമ്പോൾ ഡിവൈഡ് ബൈ 4 ആക്കുമ്പോൾ 9 വരും. 9 നിന്നും 3 നമ്മൾ കുറയ്ക്കുക. അതായത് ഒരു 3 പറഞ്ഞൊരു ഇതാണ്. ആ ഒരു 3 നമ്മൾ ഈ ഒരു കാൽക്കുലേഷനിൽ 3 മൈനസ് ചെയ്യുന്നത് വരുമ്പോൾ 6 വരും. അപ്പം നമ്മളിപ്പോൾ ഇതിൽ എത്രയാണ്? 40 4 10. 10 നിന്നും 3 കുറയ്ക്കും 7. ഇപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്തു. ഷോൾഡറിൽ നിന്നും കണ്ടോ താഴത്തേക്ക് ആം ഹോളും 7 എടുക്കാം. ഓക്കെ, എത്ര ഷോൾഡർ എടുത്തോ അത് തന്നെ ആം ഹോൾ എടുക്കാം. ഇനി നമ്മുടെ ചെസ്റ്റ് എത്രയാണ് പറഞ്ഞത്? 40 അല്ലേ? അപ്പം 40ൻ്റെ 4 നമുക്കിനി ചെസ്റ്റ് മാർക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് ആം ഹോളിൻ്റെ കേർവ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു കാൽക്കുലേഷൻ അപ്പം 40 ചെസ്റ്റ് റൗണ്ട്. അപ്പം 40 ചെസ്റ്റ് റൗണ്ട് 4 എത്രയാവും? 10. 10ൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ 12 മാർക്ക് ചെയ്യാം. ഇപ്പോൾ ലൂസ് ഇല്ലാതെയാണ് നമ്മളെ ചെസ്റ്റ് റൗണ്ട്. ലൂസ് ഒരുപാട് ഇറുക്കി പിടിച്ചിട്ടില്ല. അതായത് ജസ്റ്റ് ലൂസും കൊടുക്കരുത്, ടൈറ്റും കൊടുക്കാത്ത രീതിയിൽ. അപ്പോൾ 40 ചെസ്റ്റ് റൗണ്ട്. അതിനെ 4 ആക്കുമ്പോൾ 10 വന്നു. 1 ഇഞ്ച് തയ്യൽ തുമ്പും 1 ഇഞ്ച് ലൂസും കൊടുക്കുമ്പോൾ 12 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആം ഹോളിൻ്റെ അവിടെ നിന്ന് മേലിലേക്ക് 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. കണ്ടല്ലോ, 1.5 ഇഞ്ച്. ഓക്കെ, ഈ 1.5 ഇഞ്ചിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്ര 7 ആം ഹോൾ എടുത്ത്, അപ്പോൾ 3.5 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. അത് എത്ര എടുത്തോ അതിൻ്റെ പകുതി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ശേഷം നമ്മൾ ഇപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ ഒരു കോണ് പോലെ. അപ്പോൾ അതിനൊന്നും ഈ ഒരു ലൈന് ഇങ്ങനെ നമുക്ക് ഇത് കണ്ടോ ഇങ്ങനെ വെച്ച് എടുത്തിട്ട് നേരെ ആ ഒരു 1.5 ഇഞ്ചിൽ കൂടെ നമ്മൾ ഇങ്ങനെ എടുത്ത് നേരെ ചെസ്റ്റ് ലൈനിലേക്ക് മുട്ടിക്കുക. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാക്ക് ആം ഹോളായിട്ട്, അതായത് നമ്മുടെ കുർത്തിയുടെ ബാക്കിന് ആം ഹോളായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കുർത്തിക്ക് ബാക്കിന് നമ്മൾ ആം ഹോളായിട്ട് എടുക്കുക. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഫ്രണ്ടിന് എടുത്തിട്ട് ഫ്രണ്ടിന് കുറച്ചുകൂടി കുഴിച്ച് വിട്ടുക ചെയ്യുക. ഫ്രണ്ട് പോർഷനിൽ വരുന്ന കുർത്തിക്ക് കുറച്ചുകൂടി കുഴിച്ച് വിട്ടും. അപ്പോൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ 1 ഇഞ്ച് എടുത്താൽ മതി. നേരത്തെ 1.5 ഇഞ്ചിൽ എടുത്തത്. അപ്പോൾ 1 ഇഞ്ച് എടുക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് കണ്ടോ ഇങ്ങനെ വരും. കണ്ടോ, അപ്പോൾ ഇങ്ങനെയായിട്ട് നമുക്ക് വരും. പിന്നെ നമുക്ക് കുറച്ചും കൂടി അവിടെ നല്ല ഒരു പിടുത്തം, നല്ല രസം നമ്മുടെ ഈ ഒരു കൈക്കൂടെ ഭാഗത്ത് നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ ഒരു 4 ഇഞ്ച് കൂടി ഉള്ളിലോട്ടേക്ക് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. അത് ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് വെട്ടേണ്ടതുണ്ട് കേട്ടോ. ഇനി ഞാനതിലേക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് അല്ല, വേസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് വന്നിട്ട് 10 ഇഞ്ച്. ഓക്കെ, 10 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഷേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിത് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ബാക്കിന് വെച്ചിരിക്കുന്ന ആ അളവ് കണ്ടോ, ഈ ഒരു അളവിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്നും ഫ്രണ്ട് പീസ് മാത്രം 2 പീസ് വരുമല്ലോ, ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് അതിൻ്റെ ഭാഗം മാത്രം ഫ്രണ്ട് പീസിന് കുഴിച്ച് വിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 2 ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഒന്ന് ബാക്ക് പീസിനും ഒന്ന് ഫ്രണ്ട് പീസിനും. കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് കണ്ടോ, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് അവിടെ മാത്രം 1 ഇഞ്ച് രീതിയിലും എടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടി നല്ല ഒരു പെർഫെക്റ്റായിട്ട് നമ്മുടെ കൈക്കൂടെ അവിടെ ഒട്ടും ലൂസില്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്യുന്നത്. കണ്ടോ, നോക്കിക്കേ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്ക് പോർഷൻ അങ്ങ് അതിൽ 2 ലെയർ ഉണ്ടാവുമല്ലോ അത് മാറ്റിയിട്ട് ഫ്രണ്ട് പീസിൽ വരുമ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗം കൂടി കുഴിച്ചെടുക്കുക. ഇനിയിപ്പോൾ കുറച്ചുകൂടി നല്ല പെർഫെക്ഷൻ വേണം. ബ്ലൗസൊക്കെ ആകുമ്പോൾ നല്ല ടൈറ്റായിട്ട് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തൊന്നു കൂടി ഒരു 4 ഇഞ്ച് ഇത്തിരി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കുറയ്ക്കാൻ പാടില്ല കേട്ടോ. ഷോൾഡറിൽ നിന്നും കുറച്ച് ഇറങ്ങിയിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്. ഇങ്ങനെ ഒന്ന് കുഴിച്ച് കുറച്ചും കൂടി ഒന്ന് ആക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പ് നമ്മുടെ ആം ഹോളിൽ കിട്ടും. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആം ഹോളിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത്. കണ്ടോ ഇങ്ങനെ കുഴിച്ച് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഷോൾഡർ നമ്മൾ എത്രയാണ് എടുക്കുക അത് തന്നെയാണ് നമ്മൾ ആം ഹോൾ എടുക്കാറുള്ളത്. പിന്നെ
കാരണം ഈ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ എടുക്കുക. ചിലവർ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6 എടുക്കും ഷോൾഡറും ആം ഹോളായിട്ട് വരുന്നത്. ചിലവർ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 എടുത്തിട്ട് അതിൻ്റെ നിന്ന് നമ്മൾ കിട്ടുന്ന നമ്മൾ -3 അങ്ങോട്ട് കുറയ്ക്കും. ഓക്കെ, ഞാൻ അതാണ് എടുക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 2 മെത്തേഡും നിങ്ങൾക്ക് ഫോളോ ചെയ്തെടുക്കാം. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6 ഫോളോ ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 അതിൽ നിന്നും -3 ചെയ്യുന്ന എമൗണ്ട് നമുക്ക് ഷോൾഡറും ആം ഹോളും എടുക്കാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്